അലിസ ഈ ഓടി വരുന്നതും ഇവിടെ ഇരുന്ന് കളിക്കുന്നതും US-ലെ കുട്ടികളുടെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്ത ഷോട്ടുകളല്ല ഇത്. പക്ഷെ ഞാൻ എടുത്തു വെച്ച ഷോട്ടുകൾ വെച്ച് ഞാൻ ഈ സ്റ്റോറി പറയാനായിരുന്നു. അലിസുവിനെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത ഹോസ്പിറ്റലിൽ നിന്ന് രാത്രി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അലിസുവിനെ ചെറുതായിട്ട് ജോണ്ടിസിന്റെ ലക്ഷണങ്ങൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണ് അവർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്യുന്നത്. ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്ന സ്റ്റോറി. ഞാനും ഫിലും വളരെയധികം വറീഡ് ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു ഇത്. ഈ വീഡിയോ എടുത്തത് ഏപ്രിലാണ്, അലിസുവിന്റെ ബർത്ത്ഡേയുടെ 2 ദിവസം മുന്നേ. അലിസുവിന് വയ്യാത്തതിന്റെ യാതൊരുവിധ ക്ഷീണവും ഉണ്ടായിരുന്നില്ല. വളരെ ആക്റ്റീവായിരുന്നു അലിസു ഹോസ്പിറ്റലിൽ. ആദ്യമായിട്ടാണ് ഞാൻ ഇവളെ ഇതുപോലെ ടേക്ക് കെയർ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നത്. നമ്മുടെ ബേബി അനോറ ഉള്ളതുകൊണ്ട് മമ്മിക്ക് അനോറയുടെ കൂടെ വീട്ടിൽ നിൽക്കേണ്ടി വന്നു, എനിക്ക് ഹോസ്പിറ്റലിൽ അലിസയുടെ കൂടെ നിൽക്കേണ്ടി വന്നു. പക്ഷെ എന്നെ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാതെയാണ് അലിസുവിനെ അവർ ടേക്ക് കെയർ ചെയ്തത്. അവൾക്ക് കളിക്കാൻ വേണ്ടി കുറെ ടോയ്സും പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അവളോട് ചോദിച്ചിട്ടാണ് അവർ കൊണ്ടുവന്ന് തന്നിരുന്നത്. അതുകൊണ്ട് അലിസ അവിടെ വളരെയധികം ഹാപ്പി ആയിരുന്നു. നമ്മുടെ മക്കൾക്കൊക്കെ ഒരു അസുഖം വരുമ്പോൾ നമ്മൾ വളരെയധികം പാനിക് ആവും. നമ്മുടെ ഈ പാനിക് സിറ്റുവേഷൻ വളരെ സ്മൂത്ത് ആയിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്തത്. 2 ദിവസത്തെ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് ശേഷം അലിസു ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോകണമെന്ന്, അലിസുവിന്റെ ബർത്ത്ഡേ ആണെന്ന്, അലിസുവിന്റെ ബർത്ത്ഡേ ആയി അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ഗിഫ്റ്റ് എല്ലാം കൊടുത്താണ് അലിസുവിനെ പറഞ്ഞു വിട്ടത്. ഇതുപോലത്തെ ചെറിയ ചെറിയ സങ്കടങ്ങളും സന്തോഷങ്ങളുമാണ് നമ്മുടെ ജീവിതം. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.